എടാ ബെഡ്റൂമിൽ ഒരു പെട്ടിയുണ്ട് എന്റെ കട്ടിലിന് താഴെ, ഇങ്ങ് എടുത്തോണ്ടാ. ഓ തുക ഞാൻ എണ്ണി നോക്കി, 1000 രൂപ കുറവുണ്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് വേറെയും പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ പണം ഞങ്ങൾ കൊണ്ടുപോകും. ഒന്ന് വിശദമായി പരിശോധിച്ചിട്ട് തിരിച്ചു തരാൻ കഴിയും. മതി, വിശദമായിട്ട് പരിശോധിച്ചോളൂ. അതാ പാപ്പഞ്ചേട്ടൻ നല്ലത്. ഈ ഒറിജിനലും ഡ്യൂപ്ലിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കണ്ണി പെടില്ലല്ലോ. ആനെ ഒന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചേക്കണം. സാർ, ഇനി ഈ പണം ഒറിജിനൽ ആണെങ്കിൽ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു എൻക്വയറി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പണം കിട്ടിയതിന്റെ സോഴ്സ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിന് പുറമെ IT. ഈ പണം ഞാൻ 2 പേരിന്ന് കടം വാങ്ങിയതാ സാർ. ഒന്നെന്റെ NRI സുഹൃത്ത് അഷ്റഫ്, മറ്റതിന്റെ റിലേറ്റീവാ സുരേന്ദ്രൻ. നമ്മുടെ ബിഗ് ബസാറിൽ ഹോൾസെയിൽ അരിക്കച്ചവടം നടത്തുന്ന പാപ്പഞ്ചേട്ടനൊക്കെ അറിയാം. ഓ അറിയാമേ. ഞാൻ വിളിക്കുമ്പോൾ ജയപ്രകാശൻ സ്റ്റേഷൻ വരെ വന്നേക്കണം. തീർച്ചയായിട്ടും. സാർ, നമ്മുടെ ഗണേശന്റെ കാര്യം അയാളെ റിമാൻഡ് ചെയ്യും.